ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വോയിസ് ഓവർ ആട്ടോ കൊടുക്കുന്നത്. ലൈവായിട്ടുള്ള സംസാരിക്കുന്ന വീഡിയോ എങ്ങനെ ആക്കിയിട്ടും പറ്റുന്നില്ല. കാരണം വേറൊന്നുമില്ല, പിന്നെ എഡിറ്റിങ്ങിന് കുറേ സമയം എടുക്കും, പിന്നെ നമ്മൾ കുറേ ലാഗ് അടിച്ചിട്ടുള്ള അങ്ങനത്തെ വീഡിയോസ് ആവും. അപ്പോൾ ഞാൻ എന്തായാലും വോയിസ് ഓവർ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി, വൈറ്റ് കടലക്കറിയും അല്ല ഗ്രീൻ പീസിൻ്റെ വൈറ്റ് പീസ്, അതും പുട്ടുമാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഉമ്മ എവിടെയെന്ന്. ഉമ്മ ഇവിടെ ഉണ്ട്. ഞാൻ പിന്നെ എപ്പോഴും വീഡിയോയിൽ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ അടുപ്പത്ത് വെള്ളം കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്തേ അൺബോക്സിങ് ചോക്ലേറ്റാ? ആ ഫുള്ള് തിന്ന് കഴിഞ്ഞിരിക്കണേ. ഇല്ല ഇല്ല, മുമ്പൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തറവാട് വീട്ടിലൊക്കെ രാവിലെ തന്നെ വെള്ളം അങ്ങോട്ട് അടുപ്പത്ത് വെക്കും, എന്നിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അരി തീമടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ചോറും എല്ലാം ഒരുമിച്ചാവും. ചോറായി കഴിഞ്ഞാൽ തന്നെ നല്ല രസമാണ്, നല്ല സമാധാനമാണ്. പിന്നെ നമുക്ക് നമ്മൾ പണികളെടുക്കാം. അപ്പോൾ ഇന്ന് മത്തനയില ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ചോറുണ്ടാക്കാനൊരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഇത് എൻ്റെ ഇക്കാക്ക കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അവർ വരുന്ന വഴിയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. ഇവിടെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തൻ്റെ ഇലയും പയറ്റിൻ്റെ ഇലയൊക്കെ. അപ്പോൾ പയറിൻ്റെ ഇലയും മത്തൻ്റെ ഇലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ മത്തൻ്റെ ഇല വെച്ചിട്ട് താളിപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്ക് ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കുറേ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു, പുറത്തൊക്കെ കുറേ പണികളുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാൻ നിന്നാലും ഒന്നും അങ്ങോട്ട് നടക്കില്ല കറക്റ്റായിട്ട്. പിന്നെ ഇന്നും എനിക്ക് തേങ്ങ പൊളിച്ചത് ഇക്കന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, ഇനിയിപ്പം അതൊരു പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ തേങ്ങ ചെരുവുന്ന കുറച്ച് വീഡിയോസ് എടുക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്റ്റാൻഡ് വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല. കാരണം ഒരു എയിം കിട്ടുന്നില്ല. നമ്മൾ UAE ഫ്ലാറ്റിലാണെങ്കിലും നമ്മുടെ ഫ്ലാറ്റിലാണെങ്കിലും കുറച്ച് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇത് കുറേ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ സെൽഫി ക്യാമറയിൽ എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനും മിക്കും റൂഹിയാണ് ഈ ഉമ്മയും കൂടിയാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ റോസും റീനും കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കഴിക്കുന്നത് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ആരോ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്താ 5 മണിക്ക് എണീറ്റിട്ട് ഫുഡ് ഉണ്ടാക്കിയാലെന്ന്. ആഗ്രഹമില്ല എനിക്കൊന്നുമില്ല, പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക്. അപ്പോഴല്ലേ നമുക്കൊന്ന് രാവിലെ ഒന്ന് കുറച്ച് നേരം കിടക്കാനൊക്കെ പറ്റുള്ളൂ. സാവകാശം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു ഏർപ്പാടല്ല. എല്ലാവർക്കും പൊതുവേ മടിയുള്ളൊരു ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ലഞ്ച് എന്നാലും ഉണ്ടാക്കും കേട്ടോ എല്ലാവരും, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഭയങ്കര മടിയായി പോലെയാണ്. അപ്പം മത്തനില അങ്ങനത്തെ ഇലകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വെജിറ്റബിൾ കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മാക്കത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മത്തനില കണ്ടപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു ഞാൻ നുള്ളി തരാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നാൽ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉമ്മ ഇല നുള്ള കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട്, അതായത് അടുപ്പത്ത് എനിക്ക് പൊതുവേ ആ വിറക് കത്തിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അത് പണ്ട് മുതലേ ഇഷ്ടമാണ്. ഇനി എന്നാ മടുക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ചോറ് റെഡിയായപ്പോൾ പിന്നെ ഞാൻ അവിടെ കറി വെച്ചു. പരിപ്പും വെള്ളരിയും കൂടിയുള്ള കറി, തേങ്ങരച്ച കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്കും മത്തനില വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ ഫ്രൈ ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടക്കും തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്രൈങ് പാനിൽ അടിയിൽ കരി പിടിക്കും. അപ്പം ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അതിൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷേങ്കിൽ അത് നമ്മളെ യൂട്ടിലിറ്റിയിലും ഫ്ലാറ്റിലൊക്കെയാണ്, അതൊക്കെ കൊണ്ടുവന്നിട്ട് വേണം. അങ്ങനെ പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്വന്തം ഫ്ലാറ്റാണോ എന്ന്. അല്ല കേട്ടോ, ഈ മാസം ഫുള്ള് നമുക്ക് റെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും അവിടുന്ന് ഒഴിഞ്ഞിട്ടില്ല. ഈ മാസം കൂടിയേ ഉള്ളൂ കേട്ടോ. അപ്പം പരിപ്പും വെള്ളരിയും കൂടി വേവിച്ചിട്ട് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അതിലോട്ട് തേങ്ങ ചെരുവിയത്, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തില്ല, മഷി പോലെ എന്ന് പറയും, അങ്ങനെ അരച്ചെടുക്കുക. അത് ഈ വെള്ളരി വന്ന ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ചെറിയ ചെറിയ മടികൾ കാരണം ഞാൻ തേങ്ങ അരച്ച കറി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല ഇവിടെ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച കറികൾ. പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ച കറി കഴിച്ച് നമ്മൾ നന്നായിട്ട് വണ്ണം വയ്ക്കും എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിപ്പം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തേങ്ങ അരക്കുന്നതാണ്. ബാക്കിയൊന്നും നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഫ്രൈഡും അതുപോലെ പഞ്ചസാര ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ തേങ്ങ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ തേങ്ങ അരച്ച കറി മാക്സിമം ഒഴിവാക്കിയിട്ട് മുളക് ചിക്കൻ കറി ആണെങ്കിലും ഫിഷ് കറി ആണെങ്കിലും മുളകിട്ട് വെക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പം ഇവിടെ വന്നപ്പോൾ വീണ്ടും തേങ്ങ അരപ്പിലോട്ട് പോയിട്ടുണ്ട്. ഇക്കക്ക് ഇങ്ങനെ തേങ്ങ കാണുമ്പോൾ ഇന്ന് തേങ്ങ അരച്ച കറി ആക്കിക്കോ എന്ന് പറയും. പക്ഷെ നമ്മൾ ഫ്ലാറ്റിലും യുഎയിലൊക്കെ അങ്ങനെ എപ്പോഴും തേങ്ങ കിട്ടൂലല്ലോ. അപ്പം മിതമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഇനി ചിലപ്പോൾ നമ്മളെല്ലാവരും വണ്ണം വയ്ക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുരുമുളക് ഞാൻ കഴുകി ഉണക്കിയിട്ട് ടിന്നിലിട്ട് വെച്ചതാണ്. പക്ഷേ വീണ്ടും അത് പൂപ്പൽ വന്ന പോലെ പൊടി പോലെ ആയിപ്പോയി. അങ്ങനെ വീണ്ടും കഴുകി ഞാൻ പിന്നെ പുറത്ത് വയ്ക്കുന്നില്ല. ഇങ്ങനെ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടിൽ അത് വെന്തോളും. ആ ചൂടിൽ അത് ഉണങ്ങിക്കോളൂ. എന്തൊക്കെയാണ് പറയുന്നത്, വോയിസ് ഓവർ ആണെങ്കിലും. അങ്ങനെ നമ്മൾ വെള്ളരിയും പരിപ്പും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ. അത് തിളച്ച് മറിഞ്ഞാൽ നമ്മൾ കറീൻ്റെ തിക്നെസ്സൊക്കെ പോവും, വെള്ളം വിട്ട പോലെ ഉണ്ടാവും കറി. അപ്പോൾ ഇങ്ങനെ ബബിൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് കടുക് പൊട്ടിയതിന് ശേഷമാണ് ബബിൾ വന്നത് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മത്തൻ്റെ ഇല താളിക്കണം. അപ്പം മത്തൻ്റെ ഇല താളിപ്പും അതുപോലെ മുരിങ്ങൻ്റെ ഇല താളിപ്പൊക്കെ എനിക്ക് തോന്നുന്നു മലപ്പുറം ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ തിരൂർ ഭാഗത്തൊക്കെ ഒരു കോമൺ കറിയായിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കുരുമുളക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അവിടെ ആ ചൂടിൽ കിടന്നിട്ട് അതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പം മത്തനില താളിക്കുമ്പോൾ ചിലർക്ക് മത്തനില ഇലകളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി, ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കഞ്ഞി വെള്ളത്തിലാണ് ഇത് താളിച്ചെടുക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കഞ്ഞി വെള്ളം ഇല്ലയെന്നാണെങ്കിൽ പച്ചവെള്ളത്തിലും ചെയ്തെടുക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് നല്ലൊരു ഒരു കൊഴുപ്പ് പോലെ കിട്ടണമെങ്കിൽ കഞ്ഞിവെള്ളം വേണം. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മളിവിടെ കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമ്മക്ക് എടുത്ത് കുടിക്കും. അപ്പോൾ അതിലോട്ടൊരു പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് അതിലോട്ട് മത്തനില ഇതുപോലെ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വേവ് ഒരു 5 മിനിറ്റിലൊക്കെ മേലെ ഉണ്ടാവും കേട്ടോ. ഇത് അധിക പേർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളിവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള കറികളാണ്. പല നാട്ടിലും ഇത് കറികളല്ല, താളിപ്പ്. ഇത് ചിലപ്പം ഇവിടെ ഇക്കാൻ്റെ ഉമ്മക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ചോറിൻ്റെ കൂടെ ആ കറി കൂട്ടിയിട്ടാണ് കഴിക്കുക. ഉമ്മക്ക് അത് മാത്രം ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പം ഉണക്കമീൻ ഫ്രൈ ആക്കിയതൊക്കെ അങ്ങനെ കഴിക്കും കേട്ടോ. അങ്ങനെ പിന്നെ കറികളൊക്കെ ഏകദേശം ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ആക്കാനുണ്ട്. അപ്പോൾ മീൻ നമ്മൾ ഫ്ലാറ്റിലോട്ട് പോയപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്ന വഴിയിൽ രാത്രി മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് കഴുകി വൃത്തിയാക്കി ഞങ്ങൾ ചോറും കറിയും ഫ്ലാറ്റിൽ വെച്ച് അവിടുന്ന് കഴിച്ചു തലേ ദിവസം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നു. നമ്മൾ റെഡി ആയിക്കോളും. പിന്നെ മീൻ മസാല തേക്കാൻ നോക്കിയപ്പോഴാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നുമില്ല. ഒന്നും നമ്മൾ സ്റ്റോക്ക് പാത്രത്തിലാക്കി വെച്ചിട്ടില്ല. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മക്ക് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ അന്ന് വെച്ചതാണ് അവർ പാത്രത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രം ഒന്ന് റെഡിയാക്കണം, സെറ്റാക്കണം. അപ്പോൾ പഞ്ചസാര അതൊക്കെ പാക്കറ്റ് പൊട്ടിച്ചിട്ടൊന്നുമില്ല. അന്ന് കുടിയിരിക്കലിന് വന്ന പോയിട്ട് അങ്ങനെ വെച്ച്. നമ്മളിവിടെ കൂടുതലും കുക്കിംഗ് നടത്തിയിട്ടില്ല, വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടേ. അപ്പം കൂടുതലും ഫ്ലാറ്റിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കൽ. ഇപ്പം സെറ്റായിരിക്കണം കേട്ടോ, കുഴപ്പമില്ലാണ്ട്. കാരണം ഇവിടെ പണിക്കാരും കൂടി ആകുമ്പോൾ നമുക്കെല്ലാം കൂടി നടക്കില്ല അങ്ങനെ. അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ ചെറിയ ചെറിയ പാത്രത്തിലല്ല വെക്കുന്നത് കേട്ടോ. നമ്മളെ മറ്റേ പാത്രമില്ലേ എല്ലാം കൂടി ഉള്ളത്. ഇതെനിക്ക് മസാല തേക്കാനും അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ വേഗം എളുപ്പത്തിൽ ചെയ്യാൻ എനിക്ക് ആ പാത്രമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ ഇതുപോലെ ഒരു 2-3 ബൗളിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അത് മാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് റെസിപ്പി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുക്കിംഗ് നമുക്ക് വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പാത്രങ്ങളും തുറക്കണ്ടല്ലോ. പിന്നെ ചായപ്പൊടി പാൽപ്പൊടി ഇതൊക്കെ അന്ന് അനിയത്തി ഉപ്പ കൊണ്ടുവന്നപ്പോൾ അനിയത്തി സെറ്റാക്കി തന്ന് വെച്ചതാണിത്. പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇത്ര 2 ആഴ്ചൻ്റെ മേലായി. ഇപ്പം അതുവരേക്കും എല്ലാതും സെറ്റാക്കിയത് തന്നെയായിരുന്നു. പിന്നെ പാൽപ്പൊടിയൊക്കെ നിറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം പണികൾ എളുപ്പമാണ്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാനുണ്ട്. പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. കുറേ ദിവസമായി ആ പാത്രം അങ്ങനെ കിടക്കുന്നത്.
അങ്ങനെ. അപ്പോൾ ഈ പണികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിയുന്നുണ്ട്. എന്നിട്ട് ഇനി മീൻ മസാല തേച്ച് ഫ്രൈ ആക്കണം. എപ്പോഴും നമ്മൾ ചോറൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കും നേരത്തെ കാലത്ത് ചോറൊക്കെ റെഡിയാക്കിയിട്ട് ഒരു മണിക്കൊക്കെ കഴിക്കണം എന്നാൽ, പക്ഷേ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം കൂടി നടക്കുമ്പോൾ ഇങ്ങനെ 2:30 ആവും. പക്ഷേ ഇന്ന് ഞങ്ങൾ നേരത്തെ കഴിച്ചു കേട്ടോ. ഇന്നൊരു 1:30 ആ സമയമാകുമ്പോഴേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിറകടുപ്പും സ്റ്റൗവും കൂടി അടുത്തടുത്ത് വെക്കരുതെന്ന്. തറവാട് വീട്ടിൽ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മൾ വിറക് കത്തിക്കും. ഇത് വിറകടുപ്പ് വേറെ സ്ഥലത്താണെങ്കിൽ അങ്ങോട്ട് കൂടെ നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിറക് കത്തിക്കില്ല. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുപ്പ് രണ്ടും ഒരുമിച്ചാകുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് കുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ ഗ്യാസിൻ്റെ പൊട്ടിത്തെറിക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരേക്കും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളിവിടെ വീട്ടിൽ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ തന്നെയാണ്. അടുപ്പും സ്റ്റൗവും അടുത്തടുത്താണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അവർക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഉണ്ടാവാണ്ടിരിക്കട്ടെ. അങ്ങനെ എല്ലാം സെറ്റാക്കി ഒരു റിഫ്രഷ്മെൻ്റാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ. ഒന്ന് ക്ലീനാക്കി ഇനിയിപ്പം എന്താ പറയുക, അടിച്ച് വരാനുണ്ട്. പിന്നെ അടിച്ച് വരാനല്ല, തുടക്കാനുണ്ട്. എനിക്ക് അടിച്ച് വരാൻ ഞാൻ റീനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മീൻ ഫ്രൈ ആക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം അടിച്ച് വരണം. അപ്പോൾ മീൻ മസാല തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് കിച്ചൺ അടിച്ച് വാരണം. ബാക്കിയുള്ളിടത്തൊക്കെ റീനു അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. ഇനി തുടക്കണം, അത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ നമുക്ക് സഹായത്തിന് ആളുണ്ട്. പക്ഷേ എന്താ പറയുക, ഇവിടെ പണിക്കാരതൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തിന് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ്. പിന്നെന്താ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ച് വാരുകയാണ്. അപ്പോൾ ഈ വിറകൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ വിറക് ഞാൻ അകത്ത് വെക്കാറില്ല, പുറത്താണ് വെക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സിൽ ആരോ പറഞ്ഞിരുന്നു വലിയൊരു ബാസ്ക്കറ്റിൽ പുറത്ത് വെച്ചാൽ മതി, എന്നിട്ട് ആവശ്യത്തിന് കൊണ്ടുവന്നാൽ മതിയെന്ന്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. വലിയൊരു ബാസ്ക്കറ്റിൽ പുറത്ത് വെക്കുന്നത്. അകത്ത് വെച്ചാൽ പിന്നെ മൊത്തം പിന്നെ പ്രാണികളും ഇതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അകത്ത് വെച്ചില്ല, പുറത്താണ് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ മീൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട്. ഇനി മീനിൻ്റെ മണം വന്നിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ലൈവ് വോയിസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ കറി ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഇവിടെ. പക്ഷെ ഞാൻ അധികം ഉണ്ടാക്കാറില്ല. പിന്നെ ചക്കക്കൂട്ടാണ് ഉണ്ടായത്, തലേ ദിവസം ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈവ് വോയിസ് കൊടുക്കണം. കൊതിയനുണ്ട് ഇവിടെ. കൊതിയനുണ്ട് ഇവിടെ. മുളക് കാണിച്ചാൽ എനിക്ക് ചീത്തേക്കും. അത് മുളക് കാണിക്കില്ല. ഞാൻ കണ്ടപ്പോൾ മനസ്സിലാവുണ്ടാവും. ചോറ് കഴിച്ചോളിന്നാ. ഞാൻ എനിക്ക് കുറേ പണിയുണ്ട്, തുടക്കാനൊക്കെ ഉണ്ട്. സോ നിങ്ങൾ കഴിച്ചോളി. ഓ, ഇന്ന് സുന്ദരിക്കണല്ലോ. കഴിക്കണ എന്ത് പറ്റി? കുറച്ച് സമയം
അപ്പം കഴിച്ചോടി. അങ്ങനെ ചോറ് കഴിക്കുന്ന ആ ഒരു സീനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഉമ്മാനെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഉമ്മ എവിടെ, ഉമ്മ എവിടെ. ഉമ്മ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, വീഡിയോയിൽ അങ്ങനെ നിൽക്കാറില്ല, അത്രേ ഉള്ളൂ. ഉമ്മ നിൽക്കുമ്പോൾ തലയിൽ തട്ടണം, കൈ ഫുൾ സ്ലീവ് അടക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഇല്ലാത്തതാണ്. അപ്പം ഞാൻ ഇന്നും പറഞ്ഞിരുന്നു കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞപ്പം ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് കുറച്ച് നേരത്തിന് വീഡിയോക്ക് നിന്നാ കേട്ടോ. പിന്നെ ഓഫ് ചെയ്തിട്ട് വേണം നല്ലപോലെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മയൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വ്ളോഗിലെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കൂട്ടാനും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കണം. ഞാൻ പിന്നെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇവരെല്ലാവരുടെയും കഴിപ്പ് കാണുമ്പം നമുക്കെല്ലാം അറിയാണ്ട് വിശന്നു പോകും. പിന്നെ തുടക്കൽ ഇനി മതി, അടുത്ത ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചക്കക്കൂട്ടാൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കുമ്പം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം അതുകൊണ്ട് ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.